പച്ച തക്കാളി കുടംപുളിയൊക്കെ വെച്ച് മീൻ പീര പറ്റിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് അത് ചെയ്യാം. ഇതുപോലെ കനം കുറച്ച് അങ്ങോട്ട് അരിഞ്ഞ് വെക്കും. ഇതിന് നേരെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇത് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നത്, വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടും. ഇതിനാവശ്യമുള്ള കുടംപുളി, ആ വെള്ളവും ആ കുടംപുളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഒരല്പം ഉലുവാപ്പൊടി, അതിനാവശ്യമുള്ള കുറച്ച് വെള്ളമാണ്, പച്ചവെള്ളം ഒഴിക്കുന്ന ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടുപ്പൊന്ന് റെഡിയാക്കിയിട്ട് ഇത് അങ്ങോട്ട് വെക്കാം. ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇതേപോലെ ഒന്ന് മുറിച്ച് അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് ഇടും. ഇതൊന്ന് വേകട്ടെ. നമുക്ക് കുറച്ച് അരപ്പൊക്കെ വേണം. അപ്പോൾ അല്പം തേങ്ങാപ്പീര കൂടുതൽ വേണം കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5-10 ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം പറ്റും. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ അരപ്പൂടെ എൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഈ ജാറൊന്ന് കഴുകി ആ അരപ്പൂടെ എടുക്കും. ഒരല്പം ഉപ്പ് കുറവുണ്ട്. നമുക്ക് ഒരു 2 മിനിറ്റോളം ഒന്ന് അടുപ്പത്തിരിക്കട്ടെ. ഒന്ന് തുറന്ന് നോക്കാം, വെള്ളമൊക്കെ വറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇനി അടുപ്പങ്ങ് നിർത്താം. ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതുകൊണ്ട് അങ്ങോട്ട് ഒഴിച്ചു. നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ മീനിൻ്റെ ആ ഒരു ടേസ്റ്റിലൊക്കെ മീൻ ഇടാതെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതിന് കിട്ടും. നല്ല കൊതി ഊറുന്ന ഒരു മണമൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ പറ്റാറുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ.